ഹലോ ഗൈസ്, ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ, ഒരു എക്സാംസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എഞ്ചിനീയർ ആകുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് വർഷത്തെ പരിശീലനം, കോച്ചിങ്, റിപ്പീറ്റിങ്, റിപ്പീറ്റിങ്, അതേപോലെ ഒരു ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടാണ് ഒരു നല്ല ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻസ് എടുക്കുന്നത്. ഇത്രയും കഠിന പ്രയത്നത്തിലൂടെ അല്ലാതെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുകൾ അഡ്മിഷൻസ് എടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ. കുറെ പേർക്ക് ഇത് അറിയാം, കുറെ പേർക്ക് ഇത് അറിയുന്നില്ല. അപ്പൊ അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈസിലി, കുറുക്കുവഴിയൊന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് വളരെ ലളിതമായ ഒരു എക്സാമിലൂടെ നമുക്ക് എങ്ങനെ ഒരു എഞ്ചിനീയർ ആയിട്ട് മാറാം, അതും കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് എങ്ങനെ മാറാമെന്ന് നമുക്ക് നോക്കാം. അതിനുള്ളൊരു വഴിയാണ് നമ്മുടെ ലാറ്ററൽ എൻട്രൻസ് എക്സാം. ലാറ്ററൽ എൻട്രൻസ് എക്സാംസ് അല്ലെങ്കിൽ ലെറ്റ് എന്ന് പറയും. ഇതിപ്പം കാണുന്നത് സ്റ്റുഡൻസ് ആയിരിക്കണം എന്നില്ല, പാരൻസും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പാരൻസ്. ഓക്കെ, അപ്പൊ അവർക്ക് കൂടുതൽ ഫെർദർ ആയിട്ട് അറിയുന്നുണ്ടാവില്ല എങ്ങനെ ഇത് നമുക്ക് അച്ചീവ് ചെയ്ത് എടുക്കാവുന്നുള്ളത്. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊരു എക്സാംസ് ആണ്. സാധാരണ കീമ് പോലെയല്ല, കേരള എൻട്രൻസ് എക്സാം പോലെയല്ല, നമുക്ക് ലാറ്ററൽ എൻട്രൻസ് എക്സാം ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഘട്ടങ്ങൾ, എങ്ങനെയൊക്കെ നമുക്കത് അച്ചീവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമുക്ക് എഴുതാൻ, ഈ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ്. ഡിപ്ലോമ കഴിഞ്ഞിട്ട് എല്ലാ ബ്രാഞ്ചിന്റെയും ഫൈനൽ ഇയേഴ്സിനൊക്കെ ബോർഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് ഇത് എഴുതാൻ പറ്റുന്നത്. ഇതിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് S3, അതായത് സെക്കൻഡ് ഇയറിലേക്കാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, അഡ്മിഷൻസ് വരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ് ഇയർ അഡ്മിഷൻസ് ആയിട്ടായിരിക്കും നിങ്ങൾ എന്ത് വരുന്നത്, ഇതിന്റെ ഡിപ്ലോമ സ്റ്റുഡൻസിന് എഞ്ചിനീയറിംഗിലേക്ക് അഡ്മിഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, 4 കൊല്ലമുള്ള എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് 3 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. അതും റെഗുലർ ഡിഗ്രീസ് ആയിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ്. ആ എക്സാമിന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പൊ എക്സാം പാറ്റേൺ എന്താണ്, ഞാൻ ഇപ്പൊ പറഞ്ഞു, ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് ഇത് എഴുതാൻ പറ്റുന്നത്. അതും എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ്. നേരിട്ട് എഞ്ചിനീയറിംഗിന്റെ സെക്കൻഡ് ഇയേഴ്സിലേക്കാണ് നമുക്ക് എന്ത് പോകുന്നത്, നമ്മുടെ അഡ്മിഷൻസ് പോകുന്നത്. ഓക്കെ, ഇനി അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു 120 ക്വസ്റ്റ്യൻസിൽ ഒരു ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമുക്കിവിടെ വരുന്നത്. അതിൽ തന്നെ 120 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതം തന്നെയാണ് വരുന്നത്. പക്ഷേ വേറൊരു എൻട്രൻസ് എക്സാമിനും കൊടുക്കാത്തൊരു അഡ്വാൻറ്റേജ് അവിടെ കൊടുക്കുന്നുണ്ട്. ഈ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതായത് തെറ്റുത്തരം നിങ്ങൾ മാർക്ക് ചെയ്താൽ നിങ്ങളെ മാർക്ക് മൈനസ് ആവുന്നില്ല. ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിരിക്കും ഇത്. അത്രയും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഞ്ചിനീയറിംഗിന് കയറാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 10th കഴിഞ്ഞ് നേരെ ഡിപ്ലോമ പോവുക. ഡിപ്ലോമ കഴിഞ്ഞ് ഈ ഒരു ലാറ്ററൽ എൻട്രൻസ് എക്സാം വഴി നിങ്ങൾക്ക് നേരെ BTechലേക്ക് പോകാൻ പറ്റും. അത് 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ 10th കഴിഞ്ഞു, +2 പോയി, +2 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പോകുന്നുണ്ട്, റിപ്പീറ്റും റിപ്പീറ്റും ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ ഒരു കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെ, CET എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ നമുക്ക് അഡ്മിഷൻസ് കിട്ടുന്നത്. അതിൽ തന്നെ റാങ്ക് എന്ന് പറയുന്നത് 100 റാങ്ക് അല്ലെങ്കിൽ 200 റാങ്കിന് താഴെ, കേരള എൻട്രൻസിൽ 200 റാങ്കിൽ താഴെയൊക്കെ കിട്ടിയാൽ മാത്രമേ CET പോലത്തെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ. ഇതേ സംഭവം എത്ര എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 120 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാ ബ്രാഞ്ചിനും കൂടി കോമൺ എന്താണ് എക്സാം ആയിട്ടാണ് നമ്മൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഞാൻ പഠിക്കേണ്ടത് അല്ലെ, എന്ത് പഠിച്ചാലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ സിലബസ് എന്താണ്. സിലബസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്, BTechന്റെ ഫസ്റ്റ് ഇയർ സിലബസ് ആണെന്നാണ് എല്ലാവരും പറയുക അല്ലെ. എല്ലാവരും പറയുന്നത് BTechന്റെ ഫസ്റ്റ് ഇയർ സിലബസ് ആണെന്നാണ്. പക്ഷെ ഫസ്റ്റ് ഇയർ സിലബസ് അല്ല. സിലബസിന്റെ വളരെ സിമ്പിൾ ആയിട്ടില്ല, സിലബസിന്റെ ഒരു 10% പോലും നമുക്ക് പഠിക്കാനില്ല. അത്രയും ലളിതമായ ഒരു സിലബസ് ആണ് ലാറ്ററൽ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതിന്റെ സിലബസ് ഒന്ന് നോക്കിയ മക്കളെ, അതിന്റെ ഡിസ്പ്ലേ ചെയ്യുന്ന സംഭവങ്ങളൊന്ന് നോക്കിക്കോളൂ. സിലബസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 8 പേപ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ വരുന്നത് ഇംഗ്ലീഷ് വരുന്നുണ്ട്, മാത്സ് വരുന്നുണ്ട്, സിവിൽ വരുന്നുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, മെക്കാനിക്കൽ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, പിന്നെ
എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വരുന്നത്. എല്ലാത്തിനും 15 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 15 മാർക്ക് വെച്ചിട്ട്. അതേപോലെ മാത്സിന് മാത്രം 20 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ പ്രയോറിറ്റി കൊടുക്കുന്നത് മാത്സിനാണ്. പിന്നെ വരുന്നത് ഏതാണ്, നമ്മുടെ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഫിൽ ചെയ്യാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ആർക്കും ഉത്തരം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയും ലളിതമായ സിലബസ് ആണ്. ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും അല്ലെ? ഒരു ഉത്തരം ശരിയാവാനുള്ള അല്ലെങ്കിൽ ഉത്തരം ശരിയാവാനുള്ള പ്രോബബിലിറ്റി നിങ്ങൾ നോക്കിയേ. നിങ്ങളെ എല്ലാ ആൻസറും എ തന്നെ മാർക്ക് ചെയ്ത് വെക്കുകയാണ് അല്ലെ? എ തന്നെ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഫുൾ ആൻസേഴ്സ് നിങ്ങൾ എ മാത്രമായിട്ട് മാർക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് 120 1/4 പ്രോബബിലിറ്റി വരുന്നു. 4 ഓപ്ഷൻസ് ആയതുകൊണ്ട് 1/4 വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര വരുന്നുണ്ട്, 30 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. 30 മാർക്ക് മുമ്പിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കൊച്ചിന് എന്തോ പ്രശ്നം ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു ഓപ്ഷൻ മാത്രം ഫുള്ളായിട്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പം എയോ അല്ലെങ്കിൽ ബി മാത്രം പിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് മിനിമം കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര മാർക്കായിരിക്കും, 30 മാർക്കായിരിക്കും. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, എല്ലാവരും ഡിഫറെന്റ് ബ്രാഞ്ചാണ്, പക്ഷെ കോമൺ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പൊ കോമൺ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയതുകൊണ്ട് അവരവരുടെ ബ്രാഞ്ചിൽ അവർക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും അല്ലെ, ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക് അല്ലെങ്കിൽ പകുതിയൊക്കെ അറിയാവുന്ന, 2 ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അറിയാവുന്ന ഒരു കൺഫ്യൂഷനുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് ഉള്ളത് ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ടാകും അല്ലെ? അപ്പൊ അതുകൂടി ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് സ്റ്റുഡന്റിന് 120ൽ 50 മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. 50 മാർക്ക് എന്തായാലും കിട്ടും. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഏകദേശം ഒരു 50% ഓഫ് സ്റ്റുഡൻസിന് എന്തുണ്ട്, 50% അല്ലെങ്കിൽ 50 മാർക്കിന്റെ ഒക്കെ എടുത്തായിട്ടാണ് വരുന്നത്. കുറെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 30 മാർക്കിനേക്കാൾ കുറവ് മാർക്ക് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഏറ്റവും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അവർക്ക് ഈ എക്സാംസിനെ പറ്റി യാതൊരു ധാരണ ഇല്ലാതെയാണ് അവർ എക്സാം പോയി അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ 30 മാർക്കിൽ കുറവ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കും വരാൻ പാടില്ല. കാരണം ഒരു ഫുൾ ഓപ്ഷൻ തന്നെ പിക്ക് ചെയ്താൽ മിനിമം കിട്ടുന്ന മാർക്കാണ് എത്ര, 30 മാർക്ക്. ഓക്കെ, അപ്പൊ അത്രയും എന്താണ് ലളിതമായ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് കൂടിയാണ് ഇത്. അപ്പൊ ഇത് കുറെ പേർക്ക് അറിയില്ല. അങ്ങനെയാണ് അവർ എന്ത് പോയിട്ട് എക്സാം ചെയ്യുന്നത്, എക്സാം അപ്ലൈ ചെയ്യും എന്നിട്ട് ചുമ്മാ പോയിട്ട് എഴുതും. അപ്പൊ ചെറിയൊരു അവയർനെസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 12ഓളം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും 12 നമ്മുടെ എന്താണ് എയ്ഡഡ് കോളേജുമാണ് കേരളത്തിൽ വരുന്നത്. ആ കോളേജിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത ബ്രാഞ്ച് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സീറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പമാണ്. അപ്പൊ 50 മാർക്ക് നിങ്ങൾക്ക് ഒരു ആവറേജ് സ്റ്റുഡന്റ്, ആവറേജ് അല്ല ബിലോ ആവറേജ് സ്റ്റുഡന്റിന് പോലും നിങ്ങൾക്ക് 50 മാർക്ക് ഈസിലി നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്പർ 1 കോളേജ് ഏതാണെന്നായിരിക്കും എല്ലാവരുടെ ഡൗട്ട് അല്ലെ? കേരളത്തിലെ നമ്പർ 1 കോളേജ് ഏതാന്ന് നോക്കിയാൽ മക്കളെ, കേരളത്തിലെ തന്നെ ഞാനൊരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജിനെ പറ്റി മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഗവൺമെന്റ് കോളേജിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം വരുന്നുണ്ട്. അതിൽ തന്നെ എന്താണ് സെക്കൻഡ് പ്ലേസ് വരുന്നത് TKM അല്ലെങ്കിൽ തൃശ്ശൂർ. ആ 2 ഉം 3 അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ബ്രാഞ്ചിനനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 3rd TKM കോളേജ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണോ വരുന്നത് അത് നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നത് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. രണ്ടടുത്താണെങ്കിലും ഓക്കെയാണ്. പിന്നെ വരുന്നത് MA കോളേജ്, കോതമംഗലത്തുള്ള കോളേജാണ്. പിന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ വരുന്നത് NSS പാലക്കാടാണ്. പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽസ് കണ്ണൂർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ വരുന്നുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് വരുന്നുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട് തന്നെയാണ് വരുന്നത്. പിന്നെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്. പിന്നെ ഏറ്റവും അവസാനം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. ഇതൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് നമ്മളെ പ്ലേസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പ്ലേസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു ഓർഡർ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് എത്രയാണോ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് വെച്ചാൽ CET ആണ്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, നമ്മളെ പ്ലേസ്മെന്റ് ആണ്. ആ പ്ലേസ്മെന്റ് ഏറ്റവും വരുന്ന കോളേജിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ട മാർക്ക് എത്രയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം, 50 മാർക്ക്. ഏതൊരു ശരാശരി അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡന്റിന് പോലും 50 മാർക്ക് ഈസിലി കിട്ടും. ഒന്നും പഠിക്കാതെ പോയി എഴുതിയാൽ തന്നെ ഏകദേശം 50 മാർക്കിന്റെ അടുത്ത് കിട്ടും. ഈ CET എന്ന് പറയുന്ന ഒരു കോളേജിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത്
80 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 80+ എന്നാണ് നമ്മൾ പറയുള്ളൂ. ഒരു 80 മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് CET പോലത്തെ കോളേജ് അല്ലെങ്കിൽ ആദ്യത്തെ 3 കോളേജിൽ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻസ് കിട്ടും. അപ്പൊ 80 അതിൽ മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ വെറും ഒരു 30 മാർക്കിന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു ആവറേജ് സ്റ്റുഡൻസിന് കണ്ണു കൂട്ടി എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 50 മാർക്ക് കിട്ടും. ബാക്കി ഒരു 30 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസിലി നമ്മൾ കൊടുക്കുന്ന നോട്ട് മാത്രം പഠിച്ചാൽ ഇത്രയും മാർക്ക് കൂടി നിങ്ങൾക്ക് ഈസിലി നേടിയെടുക്കാം. കാരണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കൂ. നമുക്ക് നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രീവിയസ് ഇയർ എന്ത് സിലബസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ നോട്ട് ഉണ്ട്. ആ നോട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എന്താണ് അതിൽ ചോദിച്ചിട്ടുള്ള മിക്കവാറും ക്വസ്റ്റ്യൻസും നമ്മുടെ നോട്ടിലുള്ളത് തന്നെയാണ്. ഇമ്പോർട്ടന്റ് എഴുതി കൊടുത്ത നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് എന്തിൽ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള എക്സാംസ് ആണ്. നമ്മുടെ നോട്ടുകൾ മാത്രം അല്ലെങ്കിൽ പൈനിയർ നമ്മൾ നടത്തുന്ന നോട്ടുകൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് എന്തെടുക്കാൻ പറ്റും? അഡ്മിഷൻസ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കോളേജാണത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു മെയിൻ വേറൊരു കേസ് കൂടി നിങ്ങൾ എല്ലാവരും നോക്കണം. അതിന്റെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് കൂടി മക്കളെ നിങ്ങൾ നോക്കിയാൽ മതി. പ്ലേസ്മെന്റ് നിങ്ങൾ നോക്കിയാൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഓരോ കോളേജുകൾക്ക് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ 3 ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് CET ആണ്. അതിൽ 2022, 2023 ഏകദേശം 109 കമ്പനീസ് ആണ് ആ ക്യാമ്പസിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. 109 കമ്പനീസ്. നിങ്ങളൊന്ന് ആലോചിക്കണേ. അതിൽ തന്നെ അവർ ഓഫർ ചെയ്ത കുട്ടികൾക്ക് ഓഫർ ചെയ്ത ലെറ്റർ എന്ന് പറയുന്നത് 728 ഓഫർ ലെറ്റേഴ്സ് ആണ്. ആകെ ഫൈനൽ ഇയേഴ്സിൽ 600+ സ്റ്റുഡൻസേ അവിടെ വരുന്നുള്ളൂ. 600 കൂടുതൽ കുറച്ച് കുട്ടികളെ അറൌണ്ട് 600 അടുത്ത് കുട്ടികളാണ് ഫൈനൽ ഇയേഴ്സിൽ എവിടെ വരുന്നത്? നമ്മുടെ CETയിൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്? 728 കുട്ടികൾക്ക് എന്തിട്ടിട്ടുണ്ട്? ഓഫർ ലെറ്റർ. ജോലി കിട്ടിയോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറെ പേര് ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടാകാം. അപ്പൊ അവര് ജോലി ചെയ്യാതെ നേരെ എന്ത് പോയിട്ടുണ്ടാവും? ഹയർ സ്റ്റഡീസിന് പോയിട്ടുണ്ടാവും. എങ്കിലും അത്രയും പേർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ഓഫർ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ സപ്ലി ഉള്ളവർക്ക് പോലും പ്ലേസ്മെന്റ് വന്നിട്ടുള്ള ഒരു സെക്ഷൻസ് വന്നിട്ടുണ്ട്. ഒരു ഓഫർ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മികച്ച ആ ഒരു കോളേജിന്റെ റെപ്യൂട്ടേഷൻ ആണ്. അവിടെ നിങ്ങളുടെ കാലിബർ മാത്രമല്ല കോളേജിന്റെ റെപ്യൂട്ടേഷൻ കൂടി നോക്കിയിട്ടാണ് എന്ത് വരുന്നത്? ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുന്നത്. അതിന് തൊട്ടടുത്ത് നിങ്ങൾ GC തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 62 കമ്പനീസ് ആണ് വന്നിട്ടുള്ളത്. 605 ഓഫർ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട് 2022, 2023. TKM ആണെങ്കിൽ 50+ കമ്പനീസ് ആണ് വന്നിട്ടുള്ളത്. 544 അടുത്ത് ഓഫർ ലെറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അല്ലെ TKM എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജ് ആണ്. മറ്റു രണ്ടും എന്താണ്? പ്യൂർലി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് വരുന്നത്. ഓക്കെ, പിന്നെ എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. എഞ്ചിനീയറിംഗ് ഒക്കെ പറഞ്ഞാൽ വളരെ കൂടുതൽ ഫീസ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫീസ് വളരെ കൂടുതലായിരിക്കും. വളരെ കൂടുതലൊന്നുമില്ല മക്കളെ. നിങ്ങൾക്ക് ഏകദേശം 8650 രൂപയുണ്ടെങ്കിൽ ഒരു വർഷത്തെ എഞ്ചിനീയറിംഗ് ഫീസായി. ഒരു വർഷത്തെ ഫീസാണ് പറയുന്നത്. അതായത് 8650 രൂപയാണ് ഫീസ് വരുന്നത്. അതും ഗവൺമെന്റ് കോളേജിലെ ഫീസാണ് ഞാൻ പറയുന്നത്. പ്രൈവറ്റ് നോൺ ഫിനാൻസിംഗ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വേരിയേഷൻസും കാര്യങ്ങളുണ്ട്. NRI സീറ്റ് ആണെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് ആണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ ഞാൻ ഇവിടെ കൊടുക്കാം. പക്ഷെ നിങ്ങളെ അതൊന്നും നോക്കണ്ട. ഒരൊറ്റ ലക്ഷ്യം മാത്രം നോക്കിയാൽ മതി. ഗവൺമെന്റ് കോളേജിൽ വെറും ഒരു വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് 8650 രൂപ മാത്രമേ നിങ്ങൾക്ക് ആവുന്നുള്ളൂ. അത് മാത്രമല്ല, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് KPCR പോലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആനുവൽ ഇൻകം, പാരന്റ്സിന്റെ ആനുവൽ ഇൻകം ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ കൂടുതലല്ലെങ്കിൽ നിങ്ങൾക്ക് KPCR സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. ആ KPCR സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് എത്രയാണോ അടച്ച എമൗണ്ട്, ഫീസ് എത്രയാണോ നിങ്ങൾക്ക് വരുന്നത്, അതേ ഫീസ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഫീസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ. ഒരു വർഷം നിങ്ങൾക്ക് വളരെ തുച്ഛമായ ഫീസ് വരുന്നുള്ളൂ. ബാക്കി വരുന്നത് എന്താണ്? നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസ് ഉണ്ടാകും. അതും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് KPCR സ്കോളർഷിപ്പിലൊക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് ഒരു മന്ത്ലി എമൗണ്ട് നിങ്ങൾക്ക് റിട്ടേൺ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ചെറിയ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 200 രൂപയായിരിക്കും ഒരു റൂമിന്റെ റെന്റ് ഒക്കെ ആയിട്ട് പറയുന്നത്. പിന്നെ ഫുഡിന്റെ പേയ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ ലളിതമായ ഒരു ഫീസ് സ്ട്രക്ചർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വെറും 3 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും? റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാത്തൊരു കേസാണ്. കുറേ പേർക്ക് അറിയില്ല. കുറേ പേരൻസിന് അൺഅവെയർ ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് ഡിപ്ലോമ കഴിഞ്ഞ് എൻ്റെ മോൻ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ തുച്ഛമായ സാലറി അവർക്ക് കിട്ടുന്നുള്ളൂ. വെറും 10,000 അല്ലെങ്കിൽ 12,000 സാലറിക്ക് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഈവൻ ഈ പ്ലേസ്മെന്റ് വന്നാൽ പോലും കേരളത്തിൽ
ഡിപ്ലോമ കോളേജുകളിൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് വന്നാൽ പോലും അവർക്ക് കിട്ടുന്ന പാക്കേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ പാക്കേജാണ്. അപ്പോൾ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുള്ളൂ എനിക്കിനി ഒരു അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഒരു ബിടെക് ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഓഫീസിൽ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സെക്ടേഴ്സിൽ ഹയർ പൊസിഷനിലേക്ക് അവർക്ക് പോകാൻ പറ്റൂ. അതേപോലെ സാലറി ഇൻക്രിമെന്റ് ഒക്കെ പെട്ടെന്ന് കിട്ടുള്ളൂ. സോ അവർ തിരിച്ചറിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുന്നു പഠിക്കാൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, അവരുടെ ടച്ചും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അധികം ഡിലേ ചെയ്യാതെ ഈ ഒരു ഫ്ലോയിൽ തന്നെ, അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു എക്സാംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് വെറും 3 കൊല്ലം കൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ബിടെക് അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ പേര് എൻക്വയറീസ് വരുന്നുണ്ട്. കുറെ പേർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയുന്നില്ല. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എങ്ങനെയാണ് അഡ്മിഷൻസ് എടുക്കേണ്ടതെന്ന് കുറെ പേർക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഇപ്പോൾ ഏറ്റവും ലളിതമായ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് ഒരു 3 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാം, നമ്മുടെ ഈ ഒരു എക്സാംസ് എഴുതിയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറെ പേർക്ക് എന്തുണ്ടാവും, ഡിപ്ലോമയൊക്കെ ചിലപ്പം ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ ഒരു ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഇനിയിപ്പോൾ ഇത് പഠിച്ച് വളരെ താല്പര്യമില്ലാതെ ആയിരിക്കും കുറെ പേരൊക്കെ എന്തിട്ടുണ്ടാവുക, ഇത് പഠിച്ചിട്ടൊക്കെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് ബിടെക്കിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊരു വഴി കൂടിയാണ് ബിടെക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച്, ഇപ്പോൾ ലെറ്റ് എക്സാംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, നിങ്ങളുടെ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ലെറ്റ് എക്സാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കീം എന്ന് പറയുന്ന ഒരു വളരെ ടഫ് ആയിട്ടുള്ള എക്സാംസ് ആണ്. മിനിമം നമ്മുടെ ഒരു കീം ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുകളെല്ലാം പറഞ്ഞാലേ മിനിമം ഞാൻ എത്രയാണ്, മിനിമം ഒരു ദിവസം 5 മണിക്കൂറിൽ കൂടുതലൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എക്സാംസിന് വേണ്ടി കേരള എൻട്രൻസ് എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതൊന്നും വേണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഴ്ചയിൽ ഒരു 4 മണിക്കൂർ വെക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് പഠിക്കാം. അതിന്റെ ഏറ്റവും മികച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതുന്ന ആളുകളുടെ എണ്ണമാണ്. ഒരു ലെറ്റ് എക്സാംസ് അല്ലെങ്കിൽ ഏകദേശം 21,000 കുട്ടികളാണ് ഡിപ്ലോമ കേരളത്തിൽ പഠിക്കുന്നത്. അതിൽ പകുതി പേരെ പാസ്സാവുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് പാസ് ഔട്ടാണ് ഏകദേശം ഒരു 9,000, നിങ്ങൾക്ക് തന്നെ കണക്കെടുത്താൽ അറിയാം, ഏകദേശം ഒരു 9,000 അടുത്താണ് കംപ്ലീറ്റ് സപ്ലി ഒന്നും ഇല്ലാതെ ഓരോ ഇയറും പാസ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ പാസ് ഔട്ട് ആകുന്നത് 9,500 അടുത്തൊക്കെ വരുന്നുണ്ട്. ആ ഒരു പാസ് ഔട്ട് ആകുന്ന കുട്ടികൾ വെറും 4,000 അതിൽ കുറവോ കുട്ടികൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ലെറ്റ് എക്സാംസിന് അപ്ലൈ പോലും ചെയ്യുന്നുള്ളൂ. ആ അപ്ലൈ ചെയ്യുന്ന കുട്ടികളിൽ തന്നെ പകുതിയിൽ കൂടുതൽ കുട്ടികൾ, കൂടിപ്പോയാൽ ഒരു 1000 പേർ മാത്രമേ ഒന്ന് സീരിയസ് ആയിട്ട് ലെറ്റ് എക്സാംസ് എന്താണെന്നൊക്കെ നോക്കി പഠിക്കാനെങ്കിലും പ്രിപ്പറേഷൻ നടത്തുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോക്കുന്നുള്ളൂ. ബാക്കി വരുന്ന എല്ലാവരും ചുമ്മാ പോയിട്ട് എഴുതുന്ന ഒരു എക്സാമാണ്. അതിന് ഏറ്റവും മികച്ച ഒരു എക്സാമ്പിളാണ് അവർക്ക് കിട്ടുന്ന മാർക്ക്. എന്താന്ന് പോലും അറിയാതെയാണ് എക്സാംസിനെ അപ്രോച്ച് ചെയ്യുന്നത്. 30 മാർക്കിൽ കുറവാണ് കുറെ പേര്, നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമല്ല, 30 മാർക്കിൽ കുറവാണ് കുറെ പേർക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത്, നെഗറ്റീവ് ഇല്ലാഞ്ഞിട്ട് പോലും. സോ അതവർക്ക് ഈ ഒരു എക്സാംസിനെ പറ്റി വലിയൊരു അറിവോ കാര്യങ്ങളോ ഇല്ലാതെയാണ് അവർ പോയിട്ട് എക്സാംസ് എഴുതുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ 1000 പേരെ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതിൽ എത്ര ബ്രാഞ്ചുകളുണ്ട്, നിങ്ങൾ ഡിപ്ലോമ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ബ്രാഞ്ചുകളുണ്ട്. അപ്പം ഓരോ ബ്രാഞ്ചിൽ നിന്നും മിനിമം എത്ര പേരെ എഴുതുന്നുള്ളൂ, ഒരു 200 പേര് അല്ലെങ്കിൽ 300 അപ്ലിക്കൻസേ വരുന്നുള്ളൂ. അതിലൊരു 100-ൽ താഴെ പേരെ എന്ത് ചെയ്യുന്നുള്ളൂ, നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഈ എക്സാംസിന് ഒന്ന് അപ്രോച്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആദ്യത്തെ 12 റാങ്ക് അല്ലേ, ഇപ്പൊ CET എന്ന് പറയുന്നത് എന്തായിരിക്കും, CET TKM അതേപോലെ തൃശ്ശൂർ, ഈ 3 കോളേജിലും 12 ഓരോ കോർ ബ്രാഞ്ചിനൊക്കെ 12 സീറ്റുകൾ വെച്ചിട്ടുണ്ട്. 10% സീറ്റുകളാണ് വരുന്നത്. ആ 12 സീറ്റ് 36 റാങ്ക് നിങ്ങൾക്ക് 36 ആദ്യത്തെ 100 റാങ്കിനുള്ളിലാവാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ആകെ ഒരു ബ്രാഞ്ചിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്, 100 കുട്ടികളേ ഉള്ളൂ. ആ 100 കുട്ടികളിൽ ഒരു 36ാമത്തെ റാങ്കിനുള്ളിലാകാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞ് നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് നിങ്ങൾ PSCയോ RRB ഒക്കെ എഴുതുകയാണെങ്കിൽ, RRB ഗ്രൂപ്പ് ഡിയുടെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് കൊറോണ സമയത്ത് 2 കോടിയിൽ മുകളിൽ അപ്ലിക്കേഷൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 കോടി അപ്ലിക്കേഷൻ വന്നിടത്ത് ഇവിടെ ആകെ അപ്ലിക്കേഷൻസ് വന്നത് വളരെ കുറവാണ്. ആ കുറവ് ചെയ്തില്ലെങ്കിൽ ആദ്യത്തെ 100 പേരെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതിലൊരു 36 റാങ്കിനുള്ളിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 3 എഞ്ചിനീയറിംഗ് കോളേജിൽ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടും. ആ ബെസ്റ്റ്
ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ കൂടുതൽ അല്ലെങ്കിൽ 100% അടുത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ആ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് CET ഉണ്ടായിരുന്ന പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. ലാസ്റ്റ് 5 ഇയർ വന്നിട്ടുള്ള മാക്സിമം എന്താണ് നമ്മുടെ പാക്കേജസിന്റെ ഡീറ്റെയിൽസും ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എവിടെ പോയി എടുത്തൊന്നുമല്ല, നിങ്ങളെ നമ്മുടെ അവരുടെ വെബ്സൈറ്റ്, കോളേജ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. നിങ്ങൾ ജീവിതത്തിൽ എഴുതാൻ പോകുന്നതിൽ ഏറ്റവും സിമ്പിൾ എക്സാം ആണ് ഇത്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ എക്സാംസിന് വേണ്ടിയിട്ട് മാക്സിമം ഒന്ന് പരിശ്രമിക്കാം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് 3 കൊല്ലം കൊണ്ട് എന്താണ് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ലാറ്ററൽ എൻട്രൻസ് എക്സാം. ഞാൻ ഇതിന്റെ ഒരു എന്താണ് നമ്മുടെ ലിസ്റ്റ്, എത്ര ബിടെക്കിന് എത്ര സീറ്റ്സ് ഉണ്ടെന്ന് കൂടി ഞാൻ എന്തായാലും ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിലിന് ഓൾമോസ്റ്റ് 94 സീറ്റിന്റെ അടുത്താണ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസിന് 102 സീറ്റ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ 110 ഉണ്ട്. മെക്കാനിക്കൽ 115 ആണ്. EC 111 സീറ്റ് വരുന്നുണ്ട്. IT 26, കെമിക്കൽ 24. അപ്പൊ ഇത്രയും സീറ്റുകളാണ് നമ്മുടെ 12 എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ്ങിന്റെ ഡീറ്റെയിൽസ് ഞാൻ അധികം അതിലേക്ക് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഇത്രയും നല്ലൊരു ഓപ്പണിംഗ് ഉള്ള സമയത്ത് ആരും തന്നെ എന്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് ആരും പോകേണ്ട ആവശ്യം തന്നെയില്ല. നമ്മൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3 വർഷം കൊണ്ട് വളരെ തുച്ഛമായ ഫീസിൽ, വെറും 8000 രൂപയെ വരുന്നുള്ളൂ. അത് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ, KPCR സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ എമൗണ്ടും തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ആയി കിട്ടുകയും ചെയ്യും. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന ഈ കോഴ്സ് ഡീറ്റെയിൽസ് ഞാനൊന്ന് പ്രിഫർ ചെയ്യാം. ഈ ലാറ്ററൽ എൻട്രൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് ലെറ്റ് എക്സാംസിന് താല്പര്യം, ഡിപ്ലോമ ഫൈനൽ ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാറ്ററൽ എൻട്രൻസ് കോച്ചിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലാറ്ററൽ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുന്നത് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് കേരളത്തിന് 3 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട് സ്ഥലങ്ങളിൽ മാത്രമേ പൈനിയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ബ്രാഞ്ചസ് വരുന്നുള്ളൂ. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ വളരെ ഒരു അട്രാക്ടിങ് ഓഫേഴ്സ് ആയിട്ട് ഇപ്പോൾ ആദ്യത്തെ ഓഗസ്റ്റ് 15 വരെ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് വരെ നമ്മളൊരു ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന ഓരോ കോളേജിലും, കേരളത്തിലെ ആദ്യത്തെ എല്ലാ പോളിടെക്നിക്കിലും ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 10 കുട്ടികൾക്ക് വെറും 2499 രൂപയെ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കുന്നുള്ളൂ, നമ്മുടെ കോഴ്സ് ഫീസ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ഓൺലൈൻ ബാച്ചസിന് അതിൽ നമുക്ക് എല്ലാ സാധനങ്ങളും, ഓൺലൈൻ ലൈവ് ക്ലാസ് വീക്ക്ലി 3 ഡേയ്സ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ശനി, ഞായർ, ബുധൻ ദിവസങ്ങളിലായിരിക്കും വൈകിട്ട് 7 മുതൽ 8:30 വരെയാണ് ക്ലാസ് വരുന്നത്. അതേപോലെ അതിന്റെ പ്രിന്റഡ് മെറ്റീരിയൽ അല്ല, നമ്മുടെ നോട്ടുകൾ അതിന് വേണ്ട എല്ലാ നോട്ടുകളും, എക്സാംസുകൾ, ഡെയിലി അസൈൻമെന്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പ് വഴി, ക്ലാസ് നോട്ട്സ് എന്നാണ് നമ്മുടെ ആപ്പ് വരുന്നത്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എഴുതാൻ പറ്റും, മീൻസ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വീഡിയോസും നമുക്ക് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ആപ്പിൽ. ഓക്കെ, ഇത്രയും നമ്മൾ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫീസ് ശരിക്കും 6000 റുപ്പീസ് ആണ്. നിങ്ങൾക്ക് ആദ്യത്തെ എല്ലാ ഗവൺമെന്റ് അല്ല, എല്ലാ കേരളത്തിലെ പോളിടെക്നിക്കിൽ നിന്നും കോളേജിൽ നിന്നും ആദ്യം വരുന്ന 10 സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ 2499 രൂപയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. വെറും 3 വർഷം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അതിൽ നിന്ന് നിങ്ങളെ പ്രൊഫൈലേ മാറുന്നുണ്ട്. അതും ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഡിഗ്രി എടുക്കരുത്. അങ്ങനെ ഡിഗ്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പൊട്ടൻ തന്നെ വിളിക്കുന്നു. പൊട്ടനല്ല, ലോക പൊട്ടൻ. കാരണം ഇത്രയും നല്ലൊരു അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ആദ്യത്തെ 100 പേര് കോമ്പീറ്റ് ചെയ്ത്, ഒരു ബ്രാഞ്ചിൽ നിന്ന് 100 പേരെ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, കോമ്പീറ്റ് ചെയ്യാനുള്ളൂ. അതിൽ ആദ്യത്തെ ഒരു 36 റാങ്ക്, 100 റാങ്കിനുള്ളിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടും. പക്ഷേ ഒരു 36 റാങ്കിൽക്കുള്ളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ CET, തൃശ്ശൂർ, TKM ഈ 3 കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയൊന്നും മൈൻഡിൽ വെക്കുക. അപ്പൊ വെറും 2499 രൂപയെ നമുക്ക് ഇപ്പോഴുള്ളൂ. അതും ഒരു പോളിടെക്നിക്കിൽ നിന്ന് വെറും 10 പേർക്കേ നമ്മൾ ഈ ഒരു ഓഫേഴ്സ് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് എടുക്കുക. താഴെ കാണുന്ന നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.